Hello, Module 2, Section 5.9 second video. Second and the last video. ഈ വീഡിയോയിൽ രണ്ട് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 1. Integral 0 to pi by 8 sin raised to 5 2x into cos 2x dx. നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കാണണം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ഉടനെ ആളെ നമുക്ക് യു എന്ന് കോൾ ചെയ്യണമല്ലോ. സോ പുട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഒന്നുകിൽ കോസ് 2x അല്ലെങ്കിൽ സൈൻ 2x. കോസ് 2xനെ നമ്മൾ യു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സൈൻ 2x ഉള്ള ടേം ഒക്കെ ഉണ്ടാവും അല്ലേ. സൈൻ 2x ഉള്ളൂ, എന്തില്ല, റേസ് ടു 5 ഒന്നുമില്ല. അപ്പോൾ ആ ലെവലിൽ പോകണ്ട. ആരെ വിളിക്കാം? സൈൻ 2xനെ യു എന്ന് കോൾ ചെയ്യാം. സോ പുട്ട് sin 2x is equal to u. എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഡിഫറൻഷ്യേറ്റ്. sin 2x ഡെറിവേറ്റീവ് ഈസ് sin 2x ഡെറിവേറ്റീവ് എന്താണ്? cos 2x ആണ്. sin x ഡെറിവേറ്റീവ് cos x ആണ്. സോ sin 2x ഡെറിവേറ്റീവ് cos 2x ഇൻറ്റു ആ 2x ഡെറിവേറ്റീവ്. 2x ഡെറിവേറ്റീവ് എന്താണ്? 2 ഈക്വൽ ടു du ബൈ dx ഉണ്ടാവുക. ആ dx അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഇസ് ഈക്വൽ ടു du. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റിൽ ശ്രദ്ധിച്ച്, ക്വസ്റ്റിൽ അപ്പോൾ cos 2x dx ഉണ്ട്. അപ്പോൾ ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. സോ cos 2x dx is equal to du divided by 2 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിൽ sin 2xന് വരെ u കൊടുക്കാം. സോ u raised to 5 cos 2x dx becomes du by 2 അല്ലേ. ഇനി എന്തുകൂടെ ചെയ്യണം? ലിമിറ്റ് കൂടെ ചേഞ്ച് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ 5.9.1 അവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ രണ്ട് മെത്തേഡിൽ ചെയ്തിരുന്നു. ലിമിറ്റ് മാറ്റിയിട്ടും ലിമിറ്റ് മാറ്റാതെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് ഇനി ഒഴിവാക്കാൻ പോവാം. ലിമിറ്റ് ഇനി മാറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എക്സാമിന് ചോദിച്ചാലും രണ്ട് മെത്തേഡും ചോദിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ലിമിറ്റ് മാറ്റിക്കൊണ്ട് ചെയ്യുക. ഇനി മറ്റേ രീതി ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഏതായാലും പ്രൊസീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എക്സിൻ്റെ ലിമിറ്റാണ്. and we are finding the limit in u. So when x in the lower limit എത്രയാണ്? 0 ആണ്. when x is equal to 0 u is equal to x ന് 0 കൊടുത്താൽ sin 0 എത്രയാണ്? sin 0 0 ആണ്. ഇനി x ന് pi by 8 കൊടുക്കുക. pi by 8 അല്ലേ. pi by 8 എന്ന് പറഞ്ഞാൽ എത്ര വരും അല്ലേ? 45 22.5 ആണ്. ആ വാല്യൂ അറിയോ? പ്രശ്നമില്ല. വെൻ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 8 നമുക്ക് എക്സിന് പൈ ബൈ 8 കൊടുത്താൽ യുവിൻ്റെ വാല്യൂ ഇവിടെ 2x അല്ലേ ഉള്ളത്. എക്സിന് പൈ ബൈ 8 കൊടുത്താൽ 2 ഇൻറ്റു പൈ ബൈ 8 പൈ ബൈ 4 സൈൻ പൈ ബൈ 4 സൈൻ 45 1/√2. അപ്പോൾ പൈ ബൈ 8 കണ്ട് പേടിക്കേണ്ട. ആ പൈ ബൈ 8 ഇവിടെ എത്തുമ്പോഴേക്ക് പൈ ബൈ 4 ആവും, 45 ആവും. സൈൻ 45 1/√2. യു ഇസ് ഈക്വൽ ടു 1/√2. ഓക്കെ, ഇനി ആ വാല്യൂസ് എല്ലാം റീപ്ലേസ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 8 becomes 0 to 1/√2. 0 to pi by 8 becomes 0 to 1/√2. So 0 to 1/√2. Sin 2x is u. So this is u raised to 5. So u raised to 5 into cos 2x dx is du by 2. 1/2 പുറത്തേക്കാം du. ഓക്കെ അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. u raised to 5 x raised to n ഫോമുലാണ്. x raised to n plus 1 by n plus 1. So this is equal to 1/2 into u raised to 6 divided by 6. Limit 0 to 1/√2. ഇത് 1/12 ആവും. So this is equal to 1/12 പുറത്ത്. അപ്പർ ലിമിറ്റ് 1/√2 കൊടുത്താൽ 1/√2 raised to 6. So 1/√2 raised to 6 minus lower limit 0 കൊടുത്താൽ 0. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 ഇൻറ്റു ഇത് എത്ര വരും ഈ വാല്യൂ? √2 raised to 6. √2 raised to 6 എന്നാൽ 2 ക്യൂബാണ്. 2 ക്യൂബ് അത് 8 ആയിട്ട് മാറും. 1/8 മൾട്ടിപ്ലൈ ചെയ്താൽ 1/96. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ.
Second question, integral 2 to 5 2x minus 5 into x minus 3 raised to 9. ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, put x minus 3 is equal to u. അല്ലാതെ ഒരാൾ 2x minus 5 u എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഇതിനെ കൊണ്ട് പ്രയാസമാവും. x minus 3 raised to 9 ഒക്കെ എന്ത് ചെയ്യും? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, put x minus 3 is equal to u. Put x minus 3 is equal to u. ഡിഫറൻഷ്യേറ്റ് ചെയ്യണ്ടേ? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. So dx is equal to du. ഓക്കെ, നമുക്ക് ലിമിറ്റ് നോക്കാം. when x is equal to 2, xന്റെ ലോവർ ലിമിറ്റ്, when x is equal to 2 u is equal to, xന് 2 കൊടുത്താൽ uന്റെ വാല്യൂ 2 minus 3 minus 1 വരും. u is equal to minus 1 ആണ്. xന്റെ അപ്പർ ലിമിറ്റ് എടുക്കുക 5. when x is equal to 5 u is equal to 5 minus 3 2 ആണ്. ഓക്കെ, ഇനി ആ വാല്യൂസ് എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാം ഈ ക്വസ്റ്റിൽ. എന്താ പ്രശ്നം അറിയോ? എക്സ് മൈനസ് 3ക്ക് യു കൊടുത്തു, ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സാധാരണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ കൂടുതലുള്ള ടേം ആ ഡെറിവേറ്റീവിൽ അവിടെ വരാറുണ്ട്. അത് നോക്കിയിട്ടല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയേ, സൈൻ 2x യു കൊടുത്തു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് 2x dx, ആ കോസ് 2x dx ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ വരുന്നില്ല, അതാണ് മാറ്റം. പക്ഷേ ഇത് 2x minus 5 അല്ലേ, ഇവിടുന്ന് എക്സിന് നമുക്കൊരു വാല്യൂ കിട്ടില്ലേ, എക്സ് ഇസ് ഈക്വൽ ടു യു പ്ലസ് 3 എന്നല്ലേ കിട്ടുക. ആ എക്സിൻ്റെ വാല്യൂ ഇവിടെ നിങ്ങൾ യു പ്ലസ് 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് യു ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ടേം വരാത്തത്. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് ഫ്രം ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു യു പ്ലസ് 3 ആണ്, ശരിയല്ലേ? അപ്പോൾ എന്തായി മാറും? 2x minus 5. സോ 2x minus 5 is equal to 2 times ആരാ എക്സ്? എക്സ് യു പ്ലസ് 3 ആണ്, യു പ്ലസ് 3 minus 5. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു 2u പ്ലസ് 6ഉം മൈനസ് 5ഉം പ്ലസ് 1. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഇവിടേക്ക് റീപ്ലേസ് ചെയ്യാം. So this is equal to integral 2 to 5 becomes minus 1 to 2. So minus 1 to 2, 2x minus 5 is 2u plus 1. So 2u plus 1 into x minus 3 ആരാണ്? u ആണ്. So this becomes u raised to 9. u raised to 9 dx is equal to du ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻ ടേംസ് ഓഫ് യുയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 2, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നോക്കൂ, ബ്രാക്കറ്റ് ഓപ്പൺ ഇവിടെ യു റേസ് ടു 9 ഉണ്ട്, ഇവിടെ ഒരു യു റേസ് ടു 1 ഉണ്ട്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇത് 1 + 9 10 ആയിട്ട് മാറും. സോ 2 times യു റേസ് ടു 10 പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ യു റേസ് ടു 9, u raised to 9 du. ഓക്കെ അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 times u raised to 10 ഇൻ്റഗ്രൽ u raised to 11 divided by 11 പ്ലസ് u raised to 9 ഇൻ്റഗ്രൽ u raised to 10 divided by 10 -1 to 2. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സിംപ്ലിഫൈ ചെയ്യാമെന്നില്ല, വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ യുവിന് നിങ്ങൾ 2 കൊടുത്താൽ ഇവിടെ യുവിന് 2 കൊടുക്കുമ്പോൾ ഇത് 2 raised to 11 വരും അല്ലേ? ആ 2 raised to 11 2 കൂടെ ചേരുമ്പോൾ 2 raised to 12 ആവും. സോ 2 raised to 12 divided by 11 പ്ലസ് ഇവിടെ 2 കൊടുത്താൽ 2 raised to 10 divided by 10, അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് -1 കൊടുക്കുമ്പോൾ നോക്കൂ, -1 കൊടുത്താൽ ഇത് -1 raised to 11 അല്ലേ വരിക. -1 raised to an odd number എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ മൈനസും ഈ 2 ചേരുമ്പോൾ -2, സോ -2/11 പ്ലസ് ഇനി ഇവിടെ -1 കൊടുത്താൽ -1 raised to 10, -1 raised to an even number is 1, സോ പ്ലസ് 1/10 ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ആവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ വയ്ക്കാം. ഓക്കെ, so this is equal to
2 raised to 12 divided by 11 plus 2 raised to 10 divided by 10 plus 2 by 11 minus 1 by 10 ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതോടുകൂടെ നമ്മുടെ സെക്ഷൻ 5.9 കഴിയുന്നു. 5.9 നിങ്ങളുടെ എക്സസൈസിൽ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ തന്നെ വേണം. ഇവിടെ എത്ര വീഡിയോസ് വന്നിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യണം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.